നമസ്കാരം, ഞാൻ ഷീജ നെടിയാക്കൽ. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്നത് ചാളക്കറിയാണ്. ചാള മുള വരച്ച് വെക്കുന്നത് പ്രത്യേക രീതിയിൽ കൂടി തയ്യാറാക്കുന്നത്. എല്ലാവർക്കും ചാളക്കറി വെക്കാൻ അറിയാം, എന്നാലും പ്രത്യേക ഒരു ടേസ്റ്റിലാണ് ചാളക്കറി തയ്യാറാക്കുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എല്ലാവരും കാണണം. സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദി. ഇനി സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇതിന് ആവശ്യമായ സാധനങ്ങളാണ്. ഞാൻ ഇത് അരക്കിലോ ചാളയുണ്ട്, അരക്കിലോ ചാളയാണ് ഇത് വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ്. നമുക്ക് അതിന് ചേർക്കേണ്ട സാധനം എന്ന് പറയുന്നത്, ഞാൻ ഇത്രയും കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. കൊച്ചുള്ളി ഞാൻ ചതച്ചിട്ടില്ല, ഞാൻ രണ്ടായിട്ട് ഇങ്ങനെ മുറിച്ചിട്ടേക്കുവാണ്. പിന്നെ 10-15 കൂട്ടം വെളുത്തുള്ളിയുണ്ട്, അത് ഞാൻ ചതച്ച് വെച്ചേക്കുവാണ്. ചെറിയൊരു കഷ്ണം ഇഞ്ചി, അത് ഞാൻ ചതച്ച് വെച്ചേക്കുവാണ്. വലിയൊരു തക്കാളിയുണ്ട്, 3 പച്ചമുളക്. ഇത്ര സാധനങ്ങളാണ് ഞാനിതിന് ചേർക്കുന്നത്. ഇനി നമുക്ക് ഒരു ചട്ടി എടുത്ത് വെക്കാം. സ്റ്റൗ കത്തിക്കാം. നമുക്ക് ചട്ടി ചൂടായതിനു ശേഷം ശകലം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ട് കുറച്ച് വെളിച്ചെണ്ണ, ഒരുപാട് വേണ്ട. ഓയിലൊക്കെ നമുക്ക് കൊളസ്ട്രോളൊക്കെ ഉള്ളവരൊക്കെ കാണും, അപ്പോൾ അതനുസരിച്ചുള്ള വെളിച്ചെണ്ണ മതി. നമുക്ക് ഇത്രയും വെളിച്ചെണ്ണ മതി, ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട. കാരണം അത് 1/2 കിലോ മീനിനെ ഉള്ളു. നമുക്ക് അതിനകത്തോട്ട് വെച്ച് കടുക് ഇട്ട് കൊടുക്കാം. ചൂടായിട്ടുണ്ട്, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞ് അതിനകത്ത് നമുക്ക് 2-3 കൂട്ട് ഉലുവ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് അങ്ങോട്ട് വെച്ച് കൊച്ചുള്ളി, ഇതെല്ലാം നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഇതെല്ലാം നമുക്ക് ചതച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ചതച്ചതെല്ലാം നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വാടണം, നന്നായിട്ടൊന്ന് വാടി അതിൻ്റെ പച്ചച്ചറി എല്ലാം മാറി വരണം. നമുക്ക് അത് ഈ പച്ചമുളകും കൂടെ അതിനകത്തോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ എരിവും അതിൻ്റെ എല്ലാം പിടിച്ചൊന്ന് വാടും. എണ്ണയ്ക്കകത്തൊന്ന് വഴണ്ടി വരുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഉള്ളത്. നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വാടി വരണം. നമുക്കതിന് ഫ്ലെയിം കൂട്ടി വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് വാടി വരത്തുള്ളൂ. കുറച്ചിട്ട് കഴിഞ്ഞ് താമസം എടുക്കും. ഇപ്പം നമുക്ക് ചാളയൊക്കെ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. ഇപ്പം നമുക്ക് മഴക്കാലമല്ലേ, മുൻപ് എന്തോരം മഴയാണ്. ഇന്ന് ഇച്ചിരി തോർച്ചയുണ്ട്, മഴയ്ക്കൊക്കെ ഒരു വെട്ടമൊക്കെ ഉണ്ട്. നല്ല ഭയങ്കര മുൻ വീഡിയോകളൊക്കെ എല്ലാം ചെയ്ത സമയത്തൊക്കെ ഭയങ്കര മഴയായിരുന്നു. മഴയുടെ സൗണ്ട് കൊണ്ട് കേൾക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. ഇപ്പം മീനൊക്കെ വളരെ കുറവുള്ള സമയമാണ്. ബോട്ടൊന്നും കടലിറങ്ങാൻ പറ്റാതെ ഇരിക്കുകയാണ്, അതുകൊണ്ട് മീനൊക്കെ വളരെ കുറവാണ്. നമുക്ക് ഉള്ളി ഇതെല്ലാം ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഈ കരിവേപ്പില എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. അത് ചെറുതായിട്ടൊന്ന് വാടണം. ഒന്ന് എണ്ണയ്ക്കകത്തൊക്കെ ഒന്ന് വഴണ്ട് വരുമ്പം എൻ്റെ പച്ചത്തെ ഒന്ന് മാറട്ടെ. നമുക്ക് ഈ തക്കാളി കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. തക്കാളി 2 രീതി ചേർക്കുന്നുണ്ട്, ഇങ്ങനെ അരിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ മിക്സിയിലൊന്ന് അരച്ച് ചേർക്കുമ്പോഴും എന്നത് നല്ലതാണ്. അങ്ങനെ ചേർക്കുമ്പോൾ ആണെങ്കിൽ നമ്മുടെ കറിക്കാണെങ്കിൽ തിക്ക് കൂടുതലായിരിക്കും, നല്ല തിക്നെസ് കിട്ടും. പറയുന്നത് നമ്മൾ പുളിയൊക്കെ ഒന്നുകൂടെയൊക്കെ ഒന്ന് ഇറങ്ങും. രണ്ടും ടേസ്റ്റ് തന്നെ. മറ്റേ ഒന്നുകൂടെ അരച്ച് ചേർക്കുമ്പോൾ നല്ലൊരു കറിക്ക് നല്ലൊരു കൊഴുപ്പും ഒക്കെ കിട്ടും. ഇതൊന്ന് വാടണം. ഈ തക്കാളി ചെറുതായിട്ടൊന്ന് വെന്ത് ഒന്ന് വേവണം. നമുക്ക് അതിനകത്തോട്ട് ശകലം ഉപ്പിട്ട് കൊടുക്കാം, ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട്. നമുക്കൊന്ന് എന്നാൽ നമ്മളെല്ലാം ഇത് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോടെ നമ്മൾ പൊടികളെല്ലാം ചേർക്കണം. പൊടികൾ ചേർക്കുമ്പോൾ നമ്മൾ ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യണം, എന്നാൽ നമ്മൾ കരിഞ്ഞു പോകാതിരിക്കാൻ. നമുക്കിനി ഈ പൊടികളെല്ലാം ചേർക്കാം. ആദ്യം നമുക്ക് ചേർക്കേണ്ടത് പറഞ്ഞത്, നമ്മളെല്ലാം ടീസ്പൂണിനാണ് എല്ലാം ചേർക്കുന്നത്, ടേബിൾ സ്പൂണല്ല. ഞാൻ ആദ്യം ചേർക്കുന്നത് മുളക് പൊടിയാണ് ചേർക്കുന്നത്. 1/2 കിലോ മീനാണ് ഉള്ളത്, അപ്പോൾ ഞാൻ 2 സ്പൂൺ മുളക് പൊടി ചേർക്കാം. കാരണം അതാണ് എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ 2 സ്പൂണിൽ ചേർക്കുന്നുള്ളൂ. പിന്നെ ഞാൻ എനിക്ക് ഇച്ചിരി എരിവും പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട്, എരിവ് കൂടുതലുണ്ട്. അതുമ്പോൾ ഞാൻ ഇച്ചിരി കൊഴുപ്പിന് വേണ്ടിയിട്ട് ഞാൻ 1/2 സ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1/4 സ്പൂണ് മുളക് പൊടി ചേർക്കുവാണ്. നമ്മൾ പച്ചമുളകൊക്കെ ഇടുന്ന നല്ല എരിവുണ്ട്, അപ്പോൾ ഒരുപാട് എരിവ് വേണ്ടല്ലോ. എരിവനുസരിച്ച് വേണം ഇതൊക്കെ ചേർക്കാൻ. നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഒട്ടുമില്ലല്ലോ നമ്മൾ, അതുകൊണ്ട് 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം. കുരുമുളക് പൊടി നമ്മളിപ്പോൾ ചേർത്തിട്ടുണ്ട്.
നമ്മൾ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. നമ്മളിനി അടുത്ത് ചേർക്കുന്ന ശകല ഉലുവപ്പൊടിയാണ് ചേർക്കുന്നത്. 1/4 സ്പൂൺ, ഒരു നുള്ളു മതി. ഉലുവ ഒരുപാടിട്ട ചവയ്ക്കും, അതുകൊണ്ട് ഇച്ചിരി ഉലുവപ്പൊടി ഞാൻ ചേർത്തിട്ടുള്ളൂ. നമ്മളെല്ലാം ഈ പൊടിയെല്ലാം ഒന്ന് മിക്സ് ആക്കാം. അതിനകത്തോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പുളിയല്ലേ, ഞാൻ രണ്ട് കൂട്ടം പുളി രണ്ടായിട്ട് കഴുകി കീറിയിട്ട് ചെറിയ ചൂടുവെള്ളത്തിലാണ് ഇട്ടേക്കുന്നത്. നമ്മൾ ഈ പുളി ഇങ്ങോട്ട് ഒഴിക്കാം, വെള്ളവും കൂടി ചേർത്ത് നമുക്ക് ഒഴിക്കാം. നമുക്കിനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമുക്ക് എത്രമാത്രം ഉപ്പ് വേണം, ഇപ്പം ഞാൻ തക്കാലം 1 സ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. പിന്നെ നമ്മൾ നോക്കിയിട്ട് ചേർക്കാം. ചൂടുവെള്ളമാണ് ഇത് ഞാൻ ഈ അരപ്പിനകത്തോട് ഒഴിക്കുന്നത്. നമുക്ക് എത്രമാത്രം ഗ്രേവി വേണം അതനുസരിച്ച് വേണം നമ്മൾ വെള്ളം ചേർക്കാൻ. ഒന്നുകൂടെ പൊടിക്കൊക്കെ നമ്മൾ ചൂടുവെള്ളം ചേർക്കുന്നതാണ് നല്ലത്. പച്ചവെള്ളത്തിനേക്കാൾ ഒന്നുകൂടെ നല്ലത് ചെറിയ ചൂടുവെള്ളം ചേർക്കുന്നതാണ് നല്ലത്. ഇനി നമ്മുടെ ഈ ഗ്രേവി ഒന്ന് തിളയ്ക്കണം. തിളച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ചാൽ ഉപ്പും പുളിയും നോക്കിയിട്ട് നമുക്ക് മീൻ പറക്കിയിടണം. നമുക്കൊന്ന് അടച്ച് വെക്കാം. നമുക്കൊരു 5 മിനിറ്റ് ഇരിക്കട്ടെ. തിളയ്ക്ക് 2-3 മിനിറ്റ് എടുക്കുമായിരിക്കും തിളയ്ക്കുന്നത്. നമുക്ക് അരപ്പ് തിളച്ചോ നോക്കാം. അതിൻ്റെ ഉപ്പും പുളിയൊക്കെ നമുക്കൊന്ന് നോക്കാം. അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മളിന് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് മീൻ പറക്കിയിടാം. ഉപ്പും പുളിയൊക്കെ നല്ല കറക്റ്റാണ്. നമുക്കിനി മീൻ അങ്ങോട്ട് പറക്കിയിടാം. ഈ ചാളയ്ക്ക് വലിയ വേവില്ലാത്തതാ. നമുക്ക് എത്രയും ഗ്രേവി വേണം അതനുസരിച്ചാണ് നമ്മൾ എടുക്കുന്നത്. ഒട്ടും ഗ്രേവി വേണമെങ്കിൽ നന്നായിട്ട് പറ്റിച്ചെടുക്കണം. എല്ലാം നമുക്ക് പറക്കിയിടാം. എത്രയും ഗ്രേവി വേണം അതനുസരിച്ച് വേണം. ഇത് കറക്റ്റാണ്. ഇതിനി 10 മിനിറ്റ് ഒന്ന് കിടന്ന് തിളച്ചാൽ മാത്രം മതി. ഒന്ന് വേവണം. ഇച്ചിരി കരിയാപ്പില ഇട്ട് കൊടുക്കാം. ഓൾറെഡി നമ്മൾ കടുക് വറുത്ത കരിയാപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും ഒന്ന് തിളച്ച് അതിൻ്റെ മണമൊക്കെ ഒന്നുകൂടെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കരിയാപ്പില ഇട്ട് കൊടുക്കുന്നത്. നമുക്കത് 10 മിനിറ്റ് വേവുണ്ട്. ഇത് നമുക്ക് മീൻ വെന്തോന്ന് നോക്കാം. നല്ല ഭയങ്കര ആവിയാണ്, അതുകൊണ്ട് ഈ അടപ്പിൽ ഭയങ്കര ചൂടാണ്. സൂക്ഷിച്ച് വേണം, ഗ്ലാസ്സാണ്. സൂക്ഷിച്ച് വേണം താഴോട്ട് ഇറക്കി വെക്കാൻ. അങ്ങനെ നമ്മുടെ കറി നന്നായിട്ട് വെന്ത് ചാറൊക്കെ പറ്റിയിട്ടുണ്ട്. ഇവിടെ ഇച്ചിരി ഗ്രേവി വേണം, കൊണ്ട് ഒരുപാട് പറ്റണ്ട ഞങ്ങൾക്ക്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും തവി ഇടരുത് ഇതിന്. അല്ലെങ്കിൽ തവി ഇടാതെ ഇങ്ങനെ ഇളക്കണം. അതായത് തവി ഇട്ടാൽ നമ്മുടെ മീൻ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് തവി വേണ്ട, തവി ഇടണ്ട. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കതിൽ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല മണമുണ്ട്. ഉപ്പിൻ്റെയും പുളിയുടെയും ഒക്കെ നല്ല ആവി കൊണ്ട് മണം അടിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല കറിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ കൂടെ ഇച്ചിരി കപ്പ കിട്ടിയായിരുന്നു കൊള്ളായിരുന്നു. പക്ഷേ കപ്പ കിട്ടിയിട്ടില്ല. ഇതുപോലെ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻസൊക്കെ അയക്കണം. ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാകുന്നു. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. നന്ദി, നമസ്കാരം.